ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് വന്നതോടുകൂടി കാസായിക്ക് അങ്ങ് വെപ്രാളമാണ്, പൊളപ്പാണ്, ബഹളമാണ്, എന്ന് വേണ്ട എന്തെല്ലാമോ ആണ്. എല്ലാ ദിവസവും അവിടെ 5000 ഏക്കർ, ഇവിടെ 10000 ഏക്കർ എന്നും പറഞ്ഞ് നിലവിളിയാണ്. എൻ്റെ പൊന്നു കാസേ, മുസ്ലിം സമുദായത്തിലെ വഖഫ് അധികൃതരും അതുപോലെ തന്നെ മറുവശത്തു നിന്ന് ആരെങ്കിലും ആ സമുദായത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതും നമുക്ക് ഇന്ത്യയിലെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതും അത് സ്വന്തമാക്കിയതും അതിൻ്റെ നാൾവഴികളും അതിൻ്റെ കാലാവധിയും അതിൻ്റെ നിയമസാധുതയും ഒക്കെ ഒന്ന് പരിശോധിച്ച് തുലനം ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്യാനാവും? ഇതുപോലെ കുറേ ഊളകളിറങ്ങി ഇതുപോലെയൊക്കെ എഴുതുമ്പോൾ അത് കേട്ട് 100-300 പേര് അത് പങ്കുവെക്കാനായിരിക്കുമ്പോൾ മറുപടി പറയുന്നത് ആ സമുദായത്തിലെ പാവപ്പെട്ടവരെ വിഷമിപ്പിക്കുമോ എന്ന ആശങ്ക മാത്രമാണ് എനിക്കുള്ളത്. ഇല്ലെങ്കിൽ ഇതൊക്കെയും വസ്തുതാപരമായി തുറന്നു പറയാൻ എന്തെല്ലാം രേഖകൾ ലഭ്യമാണ്. ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് വന്ന ആ സമയം മുതൽ കാസയ്ക്ക് ബഹളത്തോട് ബഹളമാണ്. കാസ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോസ്റ്റിട്ട് അതിൻ്റെ രതിമൂർച്ച അനുഭവിക്കുകയാണ്. അതായത് 5000 ഏക്കർ അങ്ങനെ പോയി, കാശ്മീരിൽ 3000 ഏക്കർ പോയി, അതിർത്തിയിൽ അങ്ങോട്ട് പോയി, അതിർത്തിയിൽ ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞാണ് അങ്ങ് ബഹളത്തോടെ ബഹളം. ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭൂമി, അതിൻ്റെ കൈമാറ്റം, അത് സ്വന്തമാക്കൽ, അതിൻ്റെ പിന്നിലുള്ള കരാറുകൾ, ആരാർക്ക് നൽകി, എന്തിന് നൽകി, അതിൻ്റെ ചേതോവികാരം എന്താണ്, നൽകിയവർ എന്ത് നൽകിയവർക്ക് തിരികെ കൊടുത്തു, അത് ഏത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ കാലാവധി തീർന്നോ ഉണ്ടോ, ഓരോന്നിനും എത്ര രൂപയാണ് അത്രയും അമൂല്യമായ വസ്തുക്കൾ കയ്യിൽ വെക്കുമ്പോൾ അതിന് പകരമായി രാജ്യത്തിൻ്റെ ഖജനാവിന് നൽകുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെയും വളരെ വിശദമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സത്യം പറഞ്ഞാൽ ഹൈക്കോടതിയിലോ എവിടെയെങ്കിലും കാസ തന്നെ സമീപിക്കേണ്ടതാണ്. ഇടയ്ക്കിടെ നമ്മുടെ കൃഷ്ണരാജ് വക്കീൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂരിലെ ആ ഭൂമി ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ആയിരുന്നു, ഈ പറയുന്ന എറണാകുളത്തെ ആ ഭൂമി ഇന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് വിയോജിപ്പുള്ളതുകൊണ്ട് പുള്ളി നമ്മളങ്ങ് ഓടിച്ചിട്ട് പറയുന്നെന്നും പറഞ്ഞ് അത് ചെകഞ്ഞ് അങ്ങോട്ട് പോയാൽ ഇത് ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് ഇപ്പോൾ ഇരിക്കുന്നവർക്ക് കൊടുത്തു എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ കഥയെല്ലാം ബോധ്യമാവും. ആ കഥയിൽ വഞ്ചനയുടെ ഗന്ധമുണ്ട്, ആ കഥയിൽ ഒറ്റുകൊടുപ്പിൻ്റെ ഗന്ധമുണ്ട്, ആ കഥയിൽ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വിറ്റ ഓർമ്മകളുണ്ട്, ആ കഥയിൽ അസത്യങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ഉണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിപ്പോൾ ഇങ്ങനെ എഴുതി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഒരു സമൂഹം അല്ലെങ്കിൽ അതിലെ സമുദായത്തിലെ പ്രമാണിമാരായ നേതാക്കളൊക്കെ നിശബ്ദത പാലിക്കുന്നത് കൊണ്ടുകൂടിയാണ്. എന്തിനാണ് അവർ നിശബ്ദത പാലിക്കുന്നത്? സൗഹൃദം തകർക്കരുത്. കാസ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയക്കാർ വിലക്കെടുത്ത് കമ്മീഷൻ കൊടുത്ത് തീറ്റിപ്പോറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സംവിധാനമാണ്. അതിനോട് പ്രതികരിക്കുന്നത് ഒരു സാമൂഹിക ഛിദ്രതയ്ക്ക് കാരണമാകും എന്ന തരത്തിലൊക്കെ ആയതുകൊണ്ടാണ്. എന്നാൽ അതിനുള്ളിലെ പ്രമാണിമാരാരെങ്കിലും പറയണ്ടേ, ഇത് കങ്കാണിമാരാണ്, ഇവരുടെ ലക്ഷ്യം ഇതാണ്, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറയത്തില്ല. അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. കാരണം ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒന്നിനോടും ലാഭനഷ്ടം നോക്കാതെ നിർഭയത്വത്തോടെ നിലപാട് സ്വീകരിച്ച പാരമ്പര്യവും ചരിത്രവും ഇല്ല. അത് സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും എല്ലാം പിടിച്ചെടുത്ത് എല്ലാ സ്ഥലങ്ങളും സ്വന്തമാക്കി അതിനൊക്കെ പകരമായി എല്ലാ വിടുപണികളും ചെയ്ത് വാങ്ങി വെച്ചിട്ട് വഖഫ് വസ്തുക്കളുടെ മേൽ നിലവിളിക്കുന്നത് കാണുമ്പോൾ സിനിമാ മേഖലയിലെ ചില കാര്യങ്ങൾക്കടിയിൽ ജനങ്ങൾ കമൻ്റ് ഇടുന്നത് പോലെ തോന്നുന്നുണ്ട്. കഷ്ടമാണ് കാസേ, കഷ്ടം.